ഹായ് വെൽക്കം ടു 123 തോട്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കേക്കാണിത്. ആദ്യം നമുക്കൊരു കേക്ക് ടിൻ റെഡിയാക്കി വെക്കണം. ഇത് 5 ഇഞ്ചിൻ്റെ ടിന്നാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതേ അളവിലുള്ള ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ടിന്നിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള 2 പീസ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ്സിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഒരു 1/4 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഈ അരിപ്പയിലൂടെ ഒന്ന് സീവ് ചെയ്തെടുക്കുക. മൈദയിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞ് കളയാൻ വേണ്ടിയിട്ടാണ്. 3 പ്രാവശ്യം സീവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ബേക്കിംഗ് പൗഡറും സോഡയും ഒന്നും നമ്മൾ ഇതിലേക്കല്ല ചേർക്കുന്നത്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. എഗ്ഗിന് പകരം നമ്മളിവിടെ എടുക്കുന്നത് തൈരോ ബട്ടർ മിൽക്കോ ആണ്. തൈര് എടുക്കുന്നുണ്ടെങ്കിൽ പാക്കറ്റ് തൈര് എടുക്കാൻ നോക്കുക. വീട്ടിലുണ്ടാക്കുന്ന തൈരിനൊക്കെ പുളി കൂടുതലായിരിക്കും. പുളി കൂടിപ്പോയാൽ കേക്ക് പൊങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ ബട്ടർ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ മിൽക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വിനെഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അനക്കാതെ അവിടെ വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ ബട്ടർ മിൽക്ക് എന്നുള്ള പേരിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. പാല് നമുക്ക് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. തൈരാണെങ്കിലും ബട്ടർ മിൽക്ക് ആണെങ്കിലും ആദ്യം ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അതിലെന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകണം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ ഞാൻ 2 പ്രാവശ്യം സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് ഈ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നിച്ചിട്ട് ഇളക്കരുത്. കംപ്ലീറ്റ് ഷുഗറും ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിലേക്കാണ് നമ്മളിനി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ബബിൾസ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് കുറച്ചൊന്ന് ഫ്രോത്തി ആയിട്ടും വരും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ 1.5 മിനിറ്റ് അനക്കാതെ വയ്ക്കുക. നന്നായി ബബിൾസ് വന്നതിന് ശേഷം മാത്രമേ ഇനി ഏത് ഇൻഗ്രീഡിയൻറ്റും ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 1-1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബബിൾസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആക്റ്റീവായി തുടങ്ങിയെന്ന് മനസ്സിലാക്കണം. ഇനി 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് കളർലെസ് വാനില എസൻസ് ആണ്. നിങ്ങൾക്ക് ബ്രൗൺ കളറുള്ള എസൻസും ചേർക്കാം. ഡാർക്ക് കളർ എസൻസ് ആണെങ്കിൽ കൂടുതൽ ചേർത്ത് പോയാൽ വാനില സ്പഞ്ചിൻ്റെ ആ ലൈറ്റ് മഞ്ഞ കളറങ്ങ് മാറിയിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കുത്തിയൊന്നും ഇളക്കരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ആഡ് ചെയ്യുമ്പോൾ ഈ വിസ്ക് മാറ്റിയിട്ട് നമുക്കൊരു സ്പാച്ചുല എടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നിച്ച് കുത്തി ഇളക്കരുത്, കേക്ക് കട്ടിയായി പോവും. പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ പാർട്ട് മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് മൈദ ആഡ് ചെയ്യും തോറും ഇത് ബാറ്റർ തിക്കായി വരുന്നുണ്ട്. അവസാനത്തെ പോർഷനും ഞാനിപ്പോൾ ആഡ് ചെയ്തു.
നമ്മുടെ ബാറ്റർ റിബൺ കൺസിസ്റ്റൻസി തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ കട്ട തൈരൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ബാറ്റർ ഇത്രയ്ക്കും ലൂസായിട്ട് കിട്ടില്ല, ഈ റിബൺ കൺസിസ്റ്റൻസി ആയിരിക്കില്ല, കുറച്ച് ഹാർഡായിട്ട് നമുക്ക് തോന്നും, ഇതായിരിക്കും ബാറ്റർ. അങ്ങനെ വരുമ്പോൾ ഒന്ന് ലൂസാക്കണമെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ റിബൺ കൺസിസ്റ്റൻസിയാണ്, ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. മാക്സിമം 1/2 ടേബിൾ സ്പൂൺ പാൽ വരെ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ പാല് തിളച്ച പാലോ ഫ്രീസറിൽ നിന്നോ ഫ്രിഡ്ജിൽ നിന്നോ എടുത്ത പാലോ ഒന്നും ആവരുത്, റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പാലായിരിക്കണം. അപ്പോൾ കുറച്ച് നിങ്ങൾ ഒഴിച്ചൊഴിച്ച് അതൊന്ന് റിബൺ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമ്മളിത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാറ്റർ കുറച്ചുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ എടുത്തു വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈക്രോവേവ് അവൻ അല്ലെങ്കിൽ OTG, ഇനി കുക്കറാണെങ്കിൽ അങ്ങനെ ഏതായാലും അത് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലുള്ള എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരമാണ് ഞാൻ എൻ്റെ OTG പ്രീഹീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രീഹീറ്റ് ചെയ്ത OTGയിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് ആണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് കുക്കായോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്, ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പുറത്തേക്ക് എടുക്കാം. ഒരു 15 മിനിറ്റ് അത് കഴിയുമ്പോഴേക്കും ഈ ടിന്നൊന്ന് തണുത്ത് വരും. എന്നിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്താൽ മതി. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമുക്കിനി ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ ഇത് ലെയർ ചെയ്യാൻ പാടുള്ളൂ. ആദ്യം ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 3 ഭാഗമാക്കിയിട്ട് ലെയർ ചെയ്യാം. ഇപ്പോൾ ഇതാ 3 ലെയറും കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രീം നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. ഇത് ഐസിങ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. നമ്മൾ കേക്കിൻ്റെ ഏറ്റവും മേലെ വരുന്ന ആ ഭാഗമാണ് അടിയിൽ വെക്കുന്നത്. അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടിയിലെ ഭാഗം ഏറ്റവും മേലെയും വരും. സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പോ അതല്ലെങ്കിൽ ചെറി സിറപ്പോ യൂസ് ചെയ്യാം. ഏത് കേക്കായാലും മുട്ട ആഡ് ചെയ്യുന്നതായാലും ആഡ് ചെയ്യാത്തതായാലും ഒക്കെ നന്നായിട്ട് സോക്ക് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ കേക്കിന് കറക്റ്റ് സോഫ്റ്റ്നെസ് കിട്ടില്ല. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതിന് മേലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ചെറീസ് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലെയറും ഇതുപോലെ വെച്ചിട്ട് ചോക്ലേറ്റ്സും അതേപോലെ തന്നെ ചെറീസും വെച്ച് കൊടുക്കുക. സോക്കിംഗ് ഒരു കാരണവശാലും മറന്നു പോകരുത്.
നമ്മുടെ കേക്കിൻ്റെ അടിഭാഗമാണ് മേലെ വരുന്നത്. അപ്പം അതിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് പെട്ടെന്നൊന്ന് അതിലേക്ക് കുതിർന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വലിയ ഹോൾസ് ഒന്നും ആക്കരുത്. ഈ സൈഡ് മേൽഭാഗത്ത് വെച്ചാൽ ഐസിങ് ചെയ്യുമ്പോൾ ഒരുപാട് ക്രംസ് ഒന്നും പുറത്തോട്ട് വരില്ല. ഇനി നമുക്കിതിൻ്റെ സൈഡ്സിലും കൂടെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ക്രേപ്പർ വെച്ചിട്ടൊന്ന് നീറ്റാക്കിയിട്ട് എടുക്കുക. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് ഒരുപാട് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കെട്ടിയാൽ മതി. ഇനി നമുക്ക് സൈഡ്സിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. മുകളിലും അതുപോലെ തന്നെ ചെയ്യുക. നമ്മുടെ ഈ എക്സ്ട്രാ വന്ന ചോക്ലേറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് കളയുക. കേക്ക് ബോർഡൊക്കെ നീറ്റായിട്ടിരിക്കണം. ഇനി നമുക്ക് ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക. അതിനു മേലെ കുറച്ച് ചെറീസും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ എഗ്ലെസ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും ബൈ.